സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രശേഖരൻ്റെയും ഗൗതമിൻ്റെയും ചതിയിൽപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയുള്ളൂ വരുൺ. അങ്ങനെ വരുൺ സ്റ്റേഷനിൽ സെല്ലിൻ്റെ ഉള്ളിൽ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. ഇതേസമയം രാധികയാണെങ്കിലും വരുണിൻ്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല കേട്ടോ. രാധികയും റൂമിൽ വരുണിനെക്കുറിച്ച് ഓർത്ത് തന്നെ സങ്കടത്തിരിക്കുകയാണ്. പിന്നീട് അടുത്ത ദിവസം മ്യൂസിക് സ്കൂളിലെത്തുമ്പോഴേക്കും രാധിക ആകെ സങ്കടത്തിലാണ്. വരുണിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, ആ ഒരു ചിന്ത മാത്രമേ രാധികയുടെ മനസ്സിലുള്ളൂ. ഫിദ മാഡത്തിൻ്റെ സഹായം ഒന്ന് ചോദിച്ചു നോക്കിയാലോ. അങ്ങനെ രാധിക ഫിദ മാഡത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ശ്യാമയോട് കാര്യങ്ങളൊക്കെ പറയുവാണ്. വരുണിനെ ജാമ്യത്തിലിറക്കാൻ മാഡം എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് രാധിക പറയുക. അന്നേരം ഫിദ പറയണേ, മോള് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ശ്യാമ തന്നെ ശ്യാമയുടെ പരിചയത്തിലുള്ള ഒരു വക്കീലിനെ സ്റ്റേഷനിലേക്ക് അയക്കുവാണ്. അങ്ങനെ ആ വക്കീൽ മുഖേന വരുണിനെ ജാമ്യത്തിലെടുക്കുവാണ് കേട്ടോ. ഈ സമയം വക്കീലിൻ്റെ കൂടെ വരുൺ പോകുന്നതിന് മുമ്പ് ആ DYSP സൂരജിൻ്റെ അടുക്കിലേക്ക് വരുൺ ചെന്നിട്ട് വരുൺ പറയുക, എൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ ആരോഗ്യ നല്ല കളി കളിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവരെന്നെ കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. അത് സാറിനും അറിയാം. എന്താണെങ്കിലും സാറിനെ കൊണ്ടത് കണ്ടെത്താനായില്ലെങ്കിൽ അത് കണ്ടെത്തി അവരെ പോകച്ച് പുറത്ത് കാണിച്ച് അവർക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ് വരുൺ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോട് കൂടി ഇരിക്കുന്ന രാധികനെയാണ്. ഈ സമയം ശ്യാമ സന്തോഷത്തോടു കൂടി രാധികയുടെ അരികിലേക്ക് വന്നിട്ട് പറയണേ, മോളെ ഇനി വിഷമിക്കാനും വേണ്ടിട്ടോ, ആ പ്രശ്നം സോൾവ് ചെയ്തു, വരുണിനെ ജാമ്യത്തിലെടുത്തു. അത് കേൾക്കുന്നത് രാധികക്ക് ഒത്തിരി സന്തോഷമാണ്. സത്യമാണോ മാഡം? താങ്ക് യു സോ മച്ച് എന്നും പറഞ്ഞ് ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ രാധിക. ഈ സമയം ശ്യാമക്കും ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന വരുണിനെ കാണുമ്പോൾ മുത്തശ്ശിക്കും പത്മിനിക്കും എല്ലാവർക്കും സന്തോഷമാകുവാണ് കേട്ടോ. അതിനുശേഷം പരമേശ്വരനും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ഈ സമയം മുത്തശ്ശി വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നടത്താനായിട്ട് ജോൾസിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും. അങ്ങനെ ജോൾസിൻ കബഡിയൊക്കെ നിർത്തി പ്രശ്നങ്ങളൊക്കെ വെക്കുകയാണ്. എന്നിട്ട് പറയുക, കുടുംബത്തിൽ നടക്കുന്ന ഈ ദോഷങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്നോണം നമുക്കൊരു ഐശ്വര്യ പൂജ നടത്താം. പൂജയിൽ പ്രധാനമായിട്ടും കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് വരുൺ താലി ചാർത്തിയ പെണ്ണാണ്. അത് കേൾക്കുന്നത് പ്രിയങ്കയുടെ മുഖമൊക്കെ മാറുവാണ്. പ്രിയങ്കയാണെങ്കിൽ തീരെ താല്പര്യമില്ലാത്ത പോലെ നിൽക്കുവാണ് കേട്ടോ. അന്നേരം ജയഭാരതിയമ്മ പറയണേ, അതിനെന്താ തിരുമേനി, പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്തോളാം. നാളെ തന്നെ പൂജക്കുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് തുടങ്ങണം. പിന്നീട് മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ വരുൺ. അന്നേരം വരുൺ പറയണേ, അതെ, എനിക്ക് ഈ പൂജക്കൊന്നും നിന്ന് തരാൻ തീരെ താല്പര്യമില്ല. ഒന്നാമത് ഞാൻ താലി കെട്ടിയ പെണ്ണ് ആ പ്രിയങ്കയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ പൂജയ്ക്കിരിക്കാനേ എനിക്ക് തീരെ താല്പര്യമില്ല. മുത്തശ്ശി എത്ര നിർബന്ധിച്ചാലും ഇതിന് ഞാൻ തയ്യാറാകുകയില്ല. ആ സമയം ജയഭാരതിയമ്മ പറയണേ, അതിനാര് പറഞ്ഞു നീ പ്രിയങ്കയുടെ കൂടെ പൂജ ചെയ്യാൻ പോകുന്നതെന്ന്? നീ താലി കിട്ടിയ പെണ്ണിൻ്റെ കൂടെ തന്നെയാണ് നീ പൂജ ചെയ്യാൻ പോകുന്നത്. രാധികയുടെ കൂടെയോ? അതേന്നെ. അതെങ്ങനെ? അതൊക്കെയുണ്ട്, അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. നിനക്കപ്പോൾ ഇനി നാളെ പൂജക്കിരിക്കാൻ സമ്മതക്കേടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. രാധിക വരുമെങ്കിൽ എന്ത് പൂജക്കും ഞാൻ റെഡിയാ. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുവാണ്ടോ വരുൺ. പിന്നീട് ജയഭാരതി അമ്മ ദേവനെ ഫോണിൽ വിളിച്ച് വീട്ടിൽ നടക്കുന്ന ഐശ്വര്യ പൂജയെക്കുറിച്ച് പറയുവാണ്. നിങ്ങളെല്ലാവരും നാളെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കണം. പിന്നെ രാധിക മോളെയും പ്രത്യേകം കൂടെ കൂട്ടണം എന്ന് പ്രത്യേകം എടുത്തു പറയുവാണ്ടോ ജയഭാരതിയമ്മ. ഇതറിയുന്നതും പ്രിയങ്കക്ക് ഭയങ്കര ദേഷ്യം തോന്നുവാണ്. പ്രിയങ്ക മുത്തശ്ശിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പം മുത്തശ്ശിക്ക് എന്നോട് പഴയ പോലുള്ള സ്നേഹമൊന്നുമില്ലല്ലോ എന്ന് പ്രിയങ്ക ചോദിക്കുക. അന്നേരം ജയഭാരതിയമ്മ പറയണേ, അങ്ങനെയൊന്നുമില്ല, എനിക്കെല്ലാവരും ഒരുപോലെ തന്നെയാണ്, നിനക്കത് തോന്നുന്നതാവും. ഈ സമയം പ്രിയങ്കക്കാണെങ്കിൽ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ഐശ്വര്യ പൂജക്കുള്ള ഒരുക്കങ്ങളും മറ്റുമൊക്കെ ചെയ്യുവാണ് കേട്ടോ. തിരുമേനി അതിനുള്ള കാര്യങ്ങളും മറ്റ് പൂജാ വസ്തുക്കളൊക്കെ ഒരുക്കി വെക്കുവാണ്. ഈ സമയം പരമേശ്വരനും സൂര്യയും പത്മിനിയും ചന്ദ്രശേഖരനും അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും കാറിൽ ദേവനും യശോദയും മുത്തശ്ശിയും രാധികയ്ക്ക് അവിടെ എത്തുന്നത്. അങ്ങനെ രാധികയെ കാണുന്നതും വരുൺ ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. വരുണാണെങ്കിൽ രാധികയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാധിക വന്നത് പ്രിയങ്കക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ യശോദയുടെ ഒപ്പം അങ്ങോട്ട് മാറി നിൽക്കുമായിരിക്കും. അന്നേരം ജയഭാരതി അമ്മ രാധികയെ വിളിച്ച് തൻ്റെ കൂടെ കൊണ്ടുവന്ന് നിർത്തുവാണ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ തൊട്ടുപിറകിലായിട്ട് വരുണും രാധികയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം രാധികയാണെങ്കിൽ പതിയെ പതിയെ തിരിഞ്ഞ് വരുണിനെ നോക്കുന്നുണ്ട്. അന്നേരം എല്ലാം വരുൺ രാധികയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയം ഇവരുടെ ഈ ഒളിച്ചും പാത്തുള്ള നോട്ടമൊക്കെ കണ്ട് ജയഭാരതി അമ്മയും ചിരിച്ചുകൊണ്ട് അവരുടെ അരികിൽ തന്നെ നിൽക്കുവാണ്. ഈ സമയം ഇതൊന്നും ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ ദൂരെ നോക്കി നിൽക്കുവാണ് പ്രിയങ്ക. സുകുമാരിയമ്മയും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഐശ്വര്യ പൂജയിൽ വരുണിൻ്റെ ഭാര്യ സ്ഥാനത്ത് നിന്നുകൊണ്ട് രാധിക തന്നെ കർമ്മങ്ങളെല്ലാം ചെയ്ത് പൂജ പൂർത്തിയാക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു അടിപൊളി എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.